കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം അവൻ അറിഞ്ഞ ക്രിസ്തുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് കൽപ്പനകളെ സൂക്ഷ്മമായി പാലിച്ച് ആ കൽപ്പന പ്രകാരം പോകണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഇഷ്ടം. ഓരോ വ്യക്തിയെയും കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ അവൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. ദൈവം പറഞ്ഞില്ലേ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇത് ഓർഡറാണ്, ഒന്നാമത്തെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ നീ മുറുകെ പിടിക്കണം, അത് നീ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ നീ മുറുകെ പിടിച്ച് അവൻ്റെ വഴിയിലൂടെ മാത്രമേ നീ യാത്ര ചെയ്യാവൂ. നിനക്ക് ലോകത്തിൻ്റെതായ ഇഷ്ടപ്രകാരം പോകുവാൻ നിനക്ക് സാധ്യമല്ല. അത് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരും ജനവും ക്രിസ്തുവിൻ്റെ വചനപ്രകാരം മാത്രമേ യാത്ര ചെയ്യാൻ അവന് അവകാശമുള്ളൂ. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം അതിൽ 11 തിരുവചനം പറയുക, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വചനം ഹൃദയത്തിലിരുന്നാൽ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു മോഹങ്ങളിലും അന്യ ആരാധന പ്രകാരമുള്ള ഒരു മേഖലയിലും നീ കടന്നു പോകത്തില്ല. ആ വചനത്തെ നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഹൃദയത്തെ നീ സൂക്ഷിച്ചിരിക്കണം. നിനക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും നീ വചനത്തെ മുറുകെ പിടിക്കുന്നവനാണോ, ആ സാഹചര്യങ്ങളെല്ലാം നീ മാറി നിൽക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓണം അടുത്തു വരികയാണ്. ഈ ഓണം വരുമ്പോൾ മറ്റു മതസ്ഥർ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ക്രിസ്ത്യാനി കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്നവർ, വിജാതീയ ആരാധനകളിൽ നിന്ന് മാറി നിൽക്കേണ്ടവർ, ശുശ്രൂഷകർ, ദേവാലയ പോലും ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേവാലയങ്ങളിലാണ് മറ്റു മതസ്ഥർ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റു മതസ്ഥർ ചെയ്യേണ്ടത് പല കാര്യങ്ങൾ അവരുടെ ക്ഷേത്രങ്ങളിലോ മറ്റുള്ള മേഖലയിലോ നടക്കേണ്ട പല കാര്യങ്ങളിലും അവർ നടത്തുന്നത് എവിടെ വെച്ചാൽ പല ക്ലബ്ബുകൾ വെച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തെ ധിക്കരിച്ച് നമ്മുടെ ആലയങ്ങളിൽ നമ്മൾ ചെയ്യുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ദേവാലയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തപ്പൂക്കള മത്സരം, തിരുവാതിര കളി, ഓണക്കുർബാന, അതുപോലെ ഡാൻസ്, നൃത്തം, തിരുവാതിര, അതുപോലെ ആരതി, ഇതെല്ലാം ദേവാലയത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് പുറത്തുള്ളവരല്ല, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ശുശ്രൂഷകരും ദൈവജനമെന്ന് അവകാശപ്പെടുന്നവരുമാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ പുറപ്പാട് പുസ്തകം 23 അധ്യായം അതിൻ്റെ 13 തിരുവചനം ഓർമ്മ വരികയാണ്. അന്യദേവന്മാരുടെ നാമം നീ സ്മരിക്കരുത്. ആരെയാ നീ സ്മരിക്കണം? നീ ക്രിസ്ത്യാനിയാണെങ്കിൽ നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് യേശു നാമമാണ് ഉണ്ടാകേണ്ടത്. ഈ യേശു നാമമല്ലാതെ മറ്റൊരു നാമം നിന്റെ അതരത്തിൽ ഉണ്ടാകരുത് എന്ന് കർത്താവ് പുറപ്പാട് പുസ്തകം 23 അധ്യായം 13 വാക്യം വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. തുടർന്ന് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത്. നിന്റെ നാവിൽ നിന്നും മറ്റൊരു നാമം കേൾക്കാൻ ഇടവരരുതെന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. ഈ വചനം ഇരിക്കെയാണ് നമ്മൾ തിരുവാതിരകളെയും മറ്റുള്ള കളികളും അത്തപ്പൂക്കളവും എല്ലാമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് വെച്ചാൽ മറ്റുള്ള സമുദായങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്നു. അവർ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നു. അവർ ചെയ്യുന്നത് എവിടെ ചെയ്യും? അവർ ക്ലബ്ബുകളിലും അവർ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ദേവാലയത്തിനകത്ത്. കർത്താവ് പറയും, എൻ്റെ ആലയം പരിശുദ്ധമാണ്, അന്യൻ്റെ ഒന്നും എൻ്റെ ആലയത്തിൽ കയറ്റരുത് എന്നാണ് വിശുദ്ധ വചനം എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മറന്നുപോവുകയാണ്. പുറപ്പാട് പുസ്തകം 23-24 നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അന്യദേവന്മാരെ നീ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ നീ അനുകരിക്കരുത്. ഇതൊക്കെ വിശുദ്ധ വചനമാണ്. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലിരിക്കുമ്പോൾ ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കാത്തതാണ് നമ്മുടെ പരാജയ കാരണം. സഹോദരങ്ങളെ, മറ്റുള്ളവർ ചെയ്തോട്ടെ, അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരിതെല്ലാം ചെയ്തോട്ടെ. നമ്മൾക്ക്
ക്രിസ്ത്യാനി അവൻ്റെ ദേവാലയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ദേവാലയത്തിൽ അന്യൻ്റെ ആയ ഒരു കാര്യം കയറ്റരുതെന്ന് പറയുമ്പോൾ നീ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പോകുന്നവനാണെങ്കിൽ അതിൽ നീ മുറുകെ പിടിക്കണം. നിനക്ക് വേണ്ടിയിട്ട് പീഡ സഹിച്ച് ക്രൂശിലേറി മരിച്ച് നിന്നെ വീണ്ടെടുത്തൊരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നീ കാത്തിരിക്കേണ്ടവനാണ്. നീ കർത്താവിൻ്റെ ആലയത്തെ നീ അശുദ്ധമാക്കുന്ന ഒരു പ്രവൃത്തിയും നീ ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം നിന്റെ മേൽ വരും. ഞാൻ പറയുന്നു, യേശു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്ത് നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ പറ്റും, യേശു ചാട്ടവാറുണ്ടാക്കി കച്ചവടക്കാരെയും പ്രാവ് കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയൊക്കെ ആ ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ? കർത്താവ് പറയും, എൻ്റെ ആലയം കച്ചവടക്കാരുടെ ഗുഹയാക്കി നീ മാറ്റരുത്. എൻ്റെ ആലയം പരിശുദ്ധമാണ്, ഇത് അശുദ്ധമായ ഒന്നിനും നീ ഉപയോഗിക്കരുത്. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുന്ന കർത്താവ് വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ആലയം പരിശുദ്ധമാണ്, അതിനെ അശുദ്ധിക്ക് നീ വിട്ടുകൊടുക്കരുത്. ലോകം പോകുന്നത് പോലെ നീ പോകാൻ ഇടയായി തീരരുത്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ദേവാലയത്തിലിപ്പോൾ ഓണക്കുർബാന വരും, ചന്ദനക്കുറിയൊക്കെ ഇട്ട് ഓണപ്പുടവയൊക്കെ ഉടുത്ത് ഓണവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പുരോഹിതന്മാരുൾപ്പെടെ കുർബാന നടത്തുന്നത് കാണാം. ഇത് കാണുമ്പോൾ വളരെ വേദന തോന്നും. കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാനാണുള്ളത്? 1 യോഹന്നാൻ 2:15 എന്താ പറയുന്നത്? ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നീ സ്നേഹിക്കരുത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഓണക്കുർബാന നടത്തുമ്പോൾ ആ പിതാവിൻ്റെ സ്നേഹം നിൻ്റെ മേലില്ല. അത് മറ്റാർക്കോ ആണ് ആ ആരാധന പോകുന്നത്, ആ ബലികൾ പോകുന്നത്. അത് അവിടെ ക്രിസ്തു ഉണ്ടായിരിക്കത്തില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടാകത്തില്ല. ഇങ്ങനെ നിങ്ങൾ വഴിതെറ്റിക്കുന്ന വിശ്വാസത്തിലേക്ക് പോകാതിരിക്കുവാൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്, നിങ്ങൾ വല്ലപ്പോഴെങ്കിലും കർത്താവിൻ്റെ കൽപ്പനകളെ ഒന്ന് എടുത്ത് വായിക്കണം. 10 കൽപ്പന തന്നിട്ടല്ലേ, അതൊന്ന് വായിച്ചു നോക്കണം. അതുപോലെ വല്ലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ എടുത്തൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മ്ലേച്ഛതയിൽ നിന്ന് എല്ലാം മാറി നിൽക്കുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കും. എനിക്ക് വചനപ്രകാരം പോകുവാൻ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.